Hello friends, welcome to my channel. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ജെല്ലി ഡിലൈറ്റ് ആണ്. നമ്മളിതിൽ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈനാഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു ജെല്ലി ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ആ ഒരു പാത്രം ബട്ടറോ നെയ്യോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതവിടെ വയ്ക്കുക. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. സെയിം അളവ് 3 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കപ്പ് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ജ്യൂസ് അടിക്കുന്ന പോലെ അത്രയും ഇതിൽ നമ്മൾ അടിച്ചെടുത്ത് തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പ് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ ഒരു പരുവം ഇത്രയും കട്ടി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പരന്ന പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണം ജെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പരപ്പ് കുറവുള്ള പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം കേട്ടോ. അതിനുശേഷം ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ തണവ് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജെല്ലിയൊക്കെ റെഡിയായി. കണ്ടില്ലേ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പം പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ആ പ്ലേറ്റും നന്നായി ഗ്രീസ് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ചൈനാഗ്രാസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്രയും കട്ടിയായിട്ട് കിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ജെല്ലിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ജെല്ലിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതാ കണ്ടില്ലേ, നല്ല ജെല്ലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാംഗോ ജെല്ലി നമുക്ക് ഡ്രൈ കോക്കനട്ടിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഡ്രൈ കോക്കനട്ട് പറയുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.